ഈ സഞ്ജു വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിച്ച ടീമിന്റെ സമയത്ത് നമ്മൾ ഇവിടെ ജർമ്മനിയിൽ ഇത്രയും കപ്പ് വിൻ ചെയ്യുകയാണ്. വി ആർ പ്രൗഡ് ഓഫ് അവർ സെൽഫ് NRA ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ ക്രിക്കറ്റ് എത്രത്തോളം ജർമ്മനിയിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് എന്നാണ്. അതായത് ഇവിടെ ലോഡ് ഓഫ് അവാർഡ്സ് നമ്മളുടെ ക്രിക്കറ്റിൻ്റെ സ്മോൾ ക്ലബ്ബുകളുടെ അവാർഡിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ മലയാളി ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും നല്ല രീതിയിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, NRA ബ്ലാസ്റ്റേഴ്സ്. സോ നമുക്കിപ്പോൾ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു വിഷ്വൽ. അപ്പോൾ ഞാനിന്ന് ചുമ്മാ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഐ ആം ജസ്റ്റ് ബ്ലോഗിങ്. ജർമ്മനിയിൽ ഡോയ്ച്ചെ ക്രിക്കറ്റ് യൂണിയൻ മാസ്റ്റേഴ്സ് ലീഗിൽ മലയാളി ക്രിക്കറ്റ് ടീമായ NRW ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി രണ്ടാം തവണയും ചാമ്പ്യന്മാർ. ഫൈനലിൽ ഡോട്ട്മുണ്ട് ക്രിക്കറ്റ് ക്ലബിനെ ഒരു വിക്കറ്റ് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. കണ്ണൂർ സ്വദേശിയായ ജോജിൻ ജോസഫാണ് ടീം നായകൻ. ഒത്തിരി സന്തോഷം. ഇതൊക്കെയാണ് നമ്മുടെ ടീംമേറ്റ്സ്. അപ്പോൾ ഇവർക്കും കൂടെ അർഹതപ്പെട്ട അവാർഡാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിഷാലിക ടീമിന് വേണ്ടി ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മിഷാലിക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ അവാർഡ് സമർപ്പിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഐ തിങ്ക് ജസ്റ്റ് എ ബിഗിനിങ്. വി ആർ ജസ്റ്റ് ഗോയിങ് ടു ബ്ലാസ്റ്റ് ദ ഹോൾ നൈറ്റ്. ഐ തിങ്ക് എവറിബഡി ഈസ് ഓൾസോ എൻജോയിങ് വിത്ത് മീ. താങ്ക് യു. അതുപോലെ ബിഹൈൻഡ് ദ സീൻ ഓസ്മോ വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. ഹാർഡ് ബോൾ കളിക്കാവുന്ന അറിയാവുന്ന 1-2 പേര് കൂടെ നിന്നിട്ട് നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് അതിൽ നിന്ന് ആദ്യത്തെ സീസൺ തന്നെ നമ്മളൊരു T20 കപ്പ് അടിച്ചു. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗ് ഇൻ ജർമ്മനി. അതിനുശേഷം സെക്കൻഡ് സീസൺ വന്നപ്പോൾ 2 കപ്പ് അടിച്ചു. ഇതായത് 3ാമത്തെ സീസണായത്. ഈ നിരത്തി വെച്ചേക്കുന്ന സാധനം മൊത്തം 3 കപ്പ് അടിച്ചുകൊണ്ട് നമ്മൾ പക്ക മലയാളികൾ മാത്രമുള്ളൊരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്. ഇതാ ഇങ്ങോട്ട് പുറത്ത് വൈഡായിട്ട് അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് DCUവിൻ്റെ അവാർഡ് ഫംഗ്ഷനിലാണ്. നമ്മുടെ NRA ബ്ലാസ്റ്റേഴ്സ് ടീംസ്, അശ്വിൻ ആൻഡ് ജോജിൻസ് അവരുടെ ടീംസാണ്. NRA ബ്ലാസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിട്ടുള്ള ഗിൽബ്രോൻ്റെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആളെ സ്റ്റേജിലേക്ക് വിളിച്ചത്. അങ്ങനെ നിരവധി അവാർഡ് ഡിസ്ട്രിബ്യൂഷൻസും അവിടെ നടന്നു. ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് കഴിയാണ്. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്.